ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബോഗൻവില്ല ചെടികളുടെ ഫ്ലവറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബോഗൻവില്ല ചെടികൾ പല തരത്തിലുണ്ട്. അതിൽ ഇതളുകൾ കുറവുള്ള ബോഗൻവില്ല ചെടികൾ, പൂക്കൾ വിരിയുന്ന ഇതേപോലത്തെ പൂക്കൾ ഉണ്ടാകുന്ന ഇതളുകൾ ഉള്ള ബോഗൻവില്ല ചെടികളുണ്ട്. അത്യാവശ്യം തിക്കായിട്ട് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്ലാന്റുകൾ നോക്കി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ചെടികൾ ഏതായാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. എന്നാലും ഈ കാണുന്ന ചെടികൾ കുറച്ചുകൂടി പൂക്കൾക്ക് ഒന്നുകൂടി ഭംഗി കൂടും. എല്ലാ നിറത്തിലും അവൈലബിൾ ആയിട്ടുള്ള ചെടികളാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ വാങ്ങിയിട്ട് ചെടികൾ വാങ്ങിച്ചിട്ട് നമ്മൾ പൂക്കളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ബ്ലൂം ചെയ്ത് കൊടുക്കുക. അതേപോലെ നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക. വളപ്രയോഗം ചെയ്ത് കൊടുത്താലൊക്കെ വീണ്ടും അതിൽ പൂക്കളുണ്ടാവും. അപ്പം ഘട്ടം ഘട്ടമായിട്ട് ഓരോ സമയത്തും പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഓർക്കിഡും ഇതേപോലെ തന്നെ അത്യാവശ്യം വീടുള്ള സ്ഥലത്ത് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വളർത്തുന്ന സമയത്ത് നിറയെ പൂക്കളൊക്കെ കിട്ടും. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വൈറ്റ് വെറൈറ്റിയാണ്. ഇതിനും വലിയ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ചെടികൾ നടുന്ന മാതിരി നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും മണ്ണൊക്കെ ഇട്ട് പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നനയ്ക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ വളർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് ബാൽസം ചെടികൾ. ബാൽസം ചെടികളും ചെറുതായ ഒരു കെയറിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ വിരിയിച്ചെടുക്കാൻ പറ്റുന്ന ചെടികളാണ്. പല വെറൈറ്റികളുണ്ട്, പല നിറത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതും നമുക്ക് തൈകളുണ്ടാക്കിയും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. റോസാ ചെടികളും നിറയെ പൂക്കൾ തരുന്ന വെറൈറ്റികളുണ്ട്. അതും നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാവുന്ന നല്ലൊരു വെറൈറ്റിയാണ്. റോസാ ചെടികൾ മുട്ടിട്ട് നിൽക്കുന്ന റോസാ ചെടികളാണ്. അതേപോലെ തന്നെ ബാൽസം ചെടികളും അതിനൊപ്പം തന്നെ ഉണ്ട്. ചെറിയൊരു കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ചെടികളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടികൾക്ക് പൊതുവേ വേണ്ടത് വെയിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല വെയിലും നല്ല വളമുള്ള മണ്ണും ഒക്കെ ഇട്ട് അതിൽ നമ്മൾ ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ വളരുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്ന ചെടികളൊക്കെ. ബൊഗൻവില്ലകളാണെങ്കിലും നമുക്ക് ബ്രൂൺ ചെയ്തും ഹാർഡ് ബ്രൂണിങ്ങും സോഫ്റ്റ് ബ്രൂണിങ്ങും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് വളർത്തുകയാണെങ്കിൽ ചെറിയ ബുഷായിട്ടാണ് നമുക്ക് ചട്ടികളിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇത് നമ്മളിപ്പോൾ ചട്ടിയിൽ വളർത്തിയ ചെടിയാണ്. ഇത് സാധാരണ നമ്മൾ നിലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലുപ്പം വയ്ക്കും. അതേപോലെ നിറയെ ഇലകളൊക്കെ ആയി പൂക്കൾ കുറവായിരിക്കും. നമ്മൾ ചട്ടികളിലും ഇതേപോലെ ബ്രൂൺ ചെയ്തൊക്കെ വളർത്തുകയാണെങ്കിൽ നിറയെ പൂക്കളൊക്കെ കിട്ടി നല്ല ഭംഗിയിൽ തന്നെ വളരുന്ന വെറൈറ്റികളാണ്. ബോഗൻവില്ലയുടെ മറ്റൊരു വെറൈറ്റി റോസാ ചെടി കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഫ്ലവറിങ് തരുന്ന കുറച്ച് ചെടികളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിച്ചത്. ഈ ചെടികളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഓരോന്നിനും സെപ്പറേറ്റ് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രമാത്രം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.